2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ ആസ്ഥാനത്തെത്തിയപ്പോൾ, ഡൽഹിയിലെ ആസ്ഥാനത്തെത്തിയപ്പോൾ ആ പരിപാടിക്കിടെ നരേന്ദ്രമോദിയുടെ മുഖത്ത് ഒരു വിഷമം ഇങ്ങനെ തളം കെട്ടി നിന്നിരുന്നു. ഒരു നിരാശ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. സാധാരണ നമ്മൾ കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയിരുന്നില്ല. പ്രസരിപ്പോടെ ഊർജ്ജസ്വലനായിട്ട് ഇടയ്ക്ക് ചിരിച്ച് കാര്യങ്ങളൊക്കെ വളരെ സമഗ്രമായി തന്നെ പറയുന്ന നരേന്ദ്രമോദിയല്ല അന്ന് നമുക്ക് കാണാൻ സാധിച്ചു. അതിനർത്ഥം അദ്ദേഹം പൂർണ്ണമായും തകർന്നു എന്നല്ല, പക്ഷെ എന്നാലും ഒരു നിരാശ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉണ്ടായിരുന്നു. അത് പിന്നീട് വൈറലൊക്കെ ആയി മാറി. അതിൻ്റെ കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കാത്തതിൻ്റെ പ്രശ്നമല്ല, പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ, അതായത് 2019 മുതൽ 24 വരെ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ക്ഷേമ പ്രവർത്തനങ്ങൾ, സമഗ്ര മേഖലയിലും വികസനം എത്തിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നടത്തിയിട്ടും ഒരു വിഭാഗം ജനങ്ങൾ തന്നെ അംഗീകരിച്ചില്ല എന്നതിൻ്റെ ഒരു വിഷമമാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് അന്ന് നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം ഒരു സിൻസിയറായുള്ള ഒരു പൊളിറ്റീഷ്യൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു പ്രതികരണം. കാരണം ജനങ്ങളാണ് അദ്ദേഹത്തിന് അവസാന വാക്ക്. കാരണം അദ്ദേഹത്തിന് കുടുംബമില്ല, അതുകൂടാതെ അദ്ദേഹത്തിന് പേഴ്സണലായിട്ട് ഒരു ആഗ്രഹവുമില്ല. രാജ്യം എന്നുള്ളൊരൊറ്റ ആഗ്രഹം മാത്രമാണ് നരേന്ദ്രമോദിക്ക് മുമ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു വിഷമം അന്ന് കാണാൻ സാധിച്ചിരുന്നു. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏത് മേഖലയിലാണെങ്കിലും അത് എത്രത്തോളം എഫക്റ്റീവായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കോവിഡ് കാലത്ത് എത്ര വലിയ പ്രവർത്തനങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. നല്ല രീതിയിൽ തന്നെ പിടിച്ചു നിന്ന്, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ പിടിച്ചു നിന്ന അപൂർവം രാഷ്ട്രങ്ങളിലൊന്നാണ് ഇന്ത്യ. അതും ഇത്രയും വലിയൊരു പോപ്പുലേഷനുള്ള ഒരു കൺട്രി. അപ്പോൾ ഇത്രയും വലിയ രീതിയിലുള്ള സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ പ്രതിപക്ഷം കൊണ്ടുവന്ന കുത്തിത്തിരിപ്പുകളിൽ ചില ആളുകളെങ്കിലും വിശ്വസിച്ചു എന്നുള്ള ആ ഒരു നിരാശയാണ് നരേന്ദ്രമോദിയുടെ മുഖത്ത് അന്ന് BJP ദേശീയ ആസ്ഥാനത്ത് വെച്ച് നമ്മൾ കണ്ടത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അപ്രതീക്ഷിത തിരിച്ചടിക്ക് ശേഷം ഒരുപാട് വിമർശനങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേൾക്കേണ്ടി വന്നു. പരിഹാസങ്ങളും ഒരുപാടുണ്ടായിരുന്നു. പ്രതിപക്ഷ ബെഞ്ചുകളിൽ നിന്നുള്ള പരിഹാസങ്ങൾ. എന്താണിപ്പോൾ മോദിയുടെ അവസ്ഥ? പഴയ പ്രഭാവമില്ലല്ലോ, മോദി തരംഗം അവസാനിച്ചു, അയ്യോ ഇത്ര ആളുകളെ നിങ്ങൾക്കുള്ളൂ, എന്ത് പറ്റി എന്നൊക്കെയുള്ള രീതിയിലുള്ള TMC ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം പരിഹാസങ്ങളുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ 99 സീറ്റ് നേടിയ കോൺഗ്രസ് ആണ് ഇന്ത്യയിലെ യഥാർത്ഥ വിജയി. കോൺഗ്രസ് ആണ് വിജയിച്ചിരിക്കുന്നത്. 243 സീറ്റ് നേടിയ BJP പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു നരേറ്റീവായിരുന്നു അന്ന് ഇവിടെ പ്രചരിച്ചിരുന്നത്. അദ്ദേഹത്തെ വല്ലാതെ എഴുതിത്തള്ളി പല ആളുകളും, പല വിദഗ്ധരും വിലയിരുത്തിയത് അങ്ങനെയായിരുന്നു. അതായത് സോക്കോൾഡ് വിദഗ്ധർ, രാഷ്ട്രീയ നിരീക്ഷകർ, ഇനി മോദി തിരിച്ചു വരാൻ പോകില്ല, മോദി പ്രഭാവം അവസാനിച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. ഇന്ന് മോദി എവിടെ നിൽക്കുന്നു എന്നുള്ള, എത്രത്തോളം കരുത്തുറ്റ നിലയിലാണ് ഇന്നിപ്പോൾ NDAയും BJPയും നിൽക്കുന്നത്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും. എത്ര വലിയ വിജയങ്ങളാണ് BJP നേടിയത്. ആരും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും BJP വിജയിക്കില്ലെന്ന് വിലയിരുത്തിയ ഹരിയാന, അതിനുശേഷം ഡൽഹി, പിന്നെ മഹാരാഷ്ട്ര, അവിടെയൊക്കെ വമ്പൻ വിജയമാണ് മഹാരാഷ്ട്രയിലൊക്കെ BJP സ്വന്തമാക്കിയത്. പിന്നീട് ബീഹാറിലെ തിളക്കമാർന്ന റെക്കോർഡ് വിജയം. ബംഗാൾ പിടിച്ചെടുത്തു. ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ ബംഗാൾ പിടിച്ചെടുക്കും? അതും നരേന്ദ്രമോദിയുടെ ഒരു പ്രഭാവം വെച്ചാണ് ബംഗാളിൽ BJP വെന്നിക്കൊടി പാറിച്ചത്. അതിനൊപ്പം ആസാമിൽ ഭരണം നിലനിർത്തി. അപ്പം ഈ രീതിയിൽ വലിയ ഒരു മുന്നേറ്റമാണ് അതിനുശേഷം നരേന്ദ്രമോദിയും BJPയും രാജ്യത്ത് കാഴ്ചവെച്ചത്. ഇന്ന് പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? ഇന്ത്യ എന്ന് പറയുന്ന മുന്നണി 190 അംഗങ്ങളുടെ പിന്തുണ മാത്രമായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് എപ്പോഴും രാഹുൽ ഗാന്ധി പറയുന്നത് BJPയുടെ സർക്കാർ, നരേന്ദ്രമോദിയുടെ സർക്കാർ ഇപ്പം തകരും. എവിടെ തകരാൻ? ഒരു തകർച്ചയും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നരേന്ദ്രമോദി എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഇന്ത്യയിലെ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്ക് അദ്ദേഹം ഒരു അവസാന വാക്ക് തന്നെയാണ്. കാരണം ക്രെഡിബിലിറ്റിയുടെ അവസാന വാക്ക്. കാരണം അദ്ദേഹം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടപ്പാക്കും എന്നുള്ളതാണ്. ആ ഒരു വിശ്വാസ്യത അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനം വഴി ആർജിച്ചെടുത്തതാണ്. 12 വർഷമാണ് അദ്ദേഹം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായത്. ഗുജറാത്ത് മോഡൽ ഡെവലപ്മെൻറ്റ് രാജ്യത്തിന് അദ്ദേഹം സംഭാവന ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 12 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു പ്രധാനമന്ത്രിയായിട്ട്. നെഹ്റുവിൻ്റെ വർഷങ്ങൾ നീണ്ടുനിന്ന റെക്കോർഡ്, ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിൽ തുടർച്ചയായിട്ട് ഇരുന്ന നേതാവെന്നുള്ള ആ ഒരു റെക്കോർഡാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ പഴങ്കഥയാക്കിയിരിക്കുന്നത്. മോദിയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ വർഷങ്ങൾ നീണ്ടുനിന്ന, ദശാബ്ദങ്ങൾ നീണ്ടുനിന്ന രാഷ്ട്രീയ ജീവിതത്തിൽ ഇത്തരം ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നൊരു പുത്തരിയല്ല. അദ്ദേഹം ഇത്തരം നേട്ടങ്ങളിലൊന്നും അഭിരമിക്കുന്ന ഒരു വ്യക്തി കൂടിയല്ല എന്നതാണ് ഒരു വസ്തുത. ഗുജറാത്ത് മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യമായിട്ട് നിയമസഭാംഗമായ വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ആദ്യമായിട്ട് ലോക്സഭയിലേക്ക് മത്സരിക്കുന്നു, എന്നിട്ട് പ്രധാനമന്ത്രിയാകുന്നു. ഇപ്പോൾ BJPയുടെ ചരിത്രത്തിലാണെങ്കിലും, അല്ലെങ്കിൽ കോൺഗ്രസ് ഇതര
ഒരു രാഷ്ട്രീയത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പുകളും ഓരോ നേട്ടങ്ങളായിട്ട് മാറുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിലൊന്നും അധികം അവിരമിക്കുന്ന ഒരു വ്യക്തിയല്ല നരേന്ദ്രമോദി. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ജനങ്ങളെ സേവിക്കുക, പ്രധാന സേവകൻ എന്നുള്ള റോള് ഭംഗിയായിട്ട് നിർവഹിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഒരു കാര്യം ഉറപ്പാണ്, നരേന്ദ്രമോദിയെ ഭാവിയിൽ വിലയിരുത്തുക ഇന്ത്യ കണ്ട എക്കാലത്തെ മികച്ച, ഇന്ത്യ കണ്ട ഏറ്റവും ജനപ്രിയനായ പ്രധാനമന്ത്രി എന്നായിരിക്കും. അതിലൊരു തർക്കവും വേണ്ട.